2006 സ്വിഫ്റ്റ് VXi 2026 5-ാം മാസം വരെ പേപ്പറുണ്ട്. അലോയ് വീൽസ് ഉണ്ട്. ആവറേജ് 2012 ആൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്. 90,000 കിലോമീറ്റർ. 90. 2012 മോഡൽ ഡിസയർ VDI ഡീസൽ വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 2011 മാരുതി 800 സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 2016 വാഗണർ VXi സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ. 70 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗത്ത് കല്ലമ്പലം യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു 70,000 രൂപ തൊട്ട് മേളിലടക്കം നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനും എടുക്കാനും കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. കറക്റ്റ് ഷോപ്പ് എവിടെയാണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ LMS ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തരം വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. കാരണം 7 സീറ്റർ നോക്കുന്ന ചെറിയ തോതിൽ 3.5, 4.5, 5.5 അങ്ങനെയൊക്കെ നോക്കുന്നവർക്കും 7, 8, 9 എന്ന് പറഞ്ഞ് നോക്കുന്നവർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. കാരണം അത്തരത്തിലുള്ള വണ്ടികൾ കിടപ്പുണ്ട്. ഇന്നോവ കിടപ്പുണ്ട്, മഹേന്ദ്ര ബലേറോ കിടപ്പുണ്ട്, അങ്ങനെയുള്ള വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം അത്തരത്തിലുള്ള വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത് ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല, നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ബ്രോ നമസ്കാരം. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ വ്യാപാരങ്ങളുടെ രീതികൾ മാറുന്നു, അതേപോലെ ഇൻസ്റ്റയിൽ താങ്കളുടെ ചാനൽ വളരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ ആളുടെ ലുക്കിനെ വ്യത്യാസമായല്ലോ. ഒരു മാറ്റം നല്ലതല്ലേ? ഒരു മാറ്റം നല്ലതാണ് തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളാണ് കിടക്കണേ? ഒരു 75 മുതൽ 75,000. അത് ഈ താത്ത വണ്ടികളില്ല, കുറഞ്ഞതില്ല. ഇല്ല. ഈ ഇടയ്ക്ക് എന്നൊരു നിങ്ങളുടെ ഏതോ ഒരു ഷോർട്സ് കണ്ടിട്ട് ഒരു തമിഴൻ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പം ആ പുള്ളിക്കാരനെ വിളിക്കുന്നുണ്ട്. അവരാണോ അത് തമിഴ്നാട് ആ ഒരു സ്റ്റൈൽ? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. കൂടുതലും തമിഴ്നാട്ട് സൈഡിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ NOC എടുത്ത് കൊടുക്കാനാണ് പറയുന്നത്. എനിക്കും വന്നായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ സ്ഥാപനം എവിടെയാണെന്നൊന്ന് വ്യക്തമാക്കിയോ? സ്ഥാപനം ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങലാണ്. LMS ജംഗ്ഷനിലാണ്. LMS ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞുള്ള അടുത്ത ജംഗ്ഷനും, നമ്മൾ കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പൂവമ്പാറ പാലം കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ഒരു 70-75 രൂപ തൊട്ട് അല്ലേ നോക്കുന്ന എല്ലാവർക്കും പറ്റിയ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2016 മോഡൽ സെക്കൻഡ് ഓണർ സെലേറിയോ VXi 72,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓണർ സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ഓണർ. കിലോമീറ്ററൊക്കെ 72,000. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ്. ഇതുവരെയുള്ള എല്ലാ സർവീസും കമ്പനി സർവീസാണ്. ഇപ്പോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തൊരു വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 260-270 ഒക്കെ ലോൺ കയറുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. വേറെ എടുത്തിട്ടൊന്നും ചെയ്യാനില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. 2012 മോഡൽ ഡിസയർ VDI ഡീസൽ വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ട്. ഫോർഡ് പവർ വിൻഡോസും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടിക്കാകെ ഉള്ള റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. പുതിയ ടയറാണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 3,10 കൊടുക്കാം. 3,10. ഇത് ലോൺ സൗകര്യം എങ്ങനെയാണ്? ലോൺ ഒരു 2.5 അടുപ്പിച്ചൊക്കെ ലോൺ കിട്ടും. 2012 ആൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്. 90,000 കിലോമീറ്റർ. 90. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. അണ്ടർകോട്ട് പെയിൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലി നല്ല വണ്ടിയാണ്. അത്യാവശ്യം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ, എത്ര ചോദ്യം? 1,45,000 രൂപ. 1,45. എടുത്താൽ വേറെ ഒന്നും ചെയ്യാനില്ല. ചിലർ ഇത് വില ആക്കുമ്പോഴത്തേക്ക് വില കൂടുതലാണെന്ന് പറയും.
വണ്ടി ആ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും അത്രയും പണി ചെയ്തിട്ടേക്കുന്നതാണ്. ഇത് 2012 i10 ഓട്ടോമാറ്റിക്കാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. മൈലേജ് ഒരു 12-13 ആ റേഞ്ചിലേ കാണത്തുള്ളൂ. അത്യാവശ്യം സീറ്റ് കവറൊക്കെ ഇട്ട് വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2.25 ലാസ്റ്റ് ആണോ? ലാസ്റ്റ് 85 ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ പരമാവധി റേറ്റ് കുറച്ചാണ് പറയുന്നത്. പെട്ടെന്ന് കോളുകൾ വരിക, കച്ചവടം നടക്കുക എന്നുള്ള ഉദ്ദേശം അല്ലേ? അല്ല, ഒരുപാട് പേര് കാണുമ്പോഴത്തേക്കേ അതെ, വില കുറച്ച് കൊടുക്കാമെന്ന്. 2012 മോഡൽ വെൻഡോ ഡീസലാണ്. സെക്കൻഡ് ഓണർ 1,03,000 കിലോമീറ്റർ. 1,03,000 എന്ന് പറയുമ്പം ടൈമിംഗ് മാറിയിട്ടുണ്ട്. ഓക്കെ. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. പ്രത്യേകം വെച്ചല്ലേ? അതെ, ആൻഡ്രോയിഡ് ഒക്കെ രണ്ടാമത് ചെയ്തതാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2,35,000 രൂപയ്ക്ക് കൊടുക്കാം. 2,35,000. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് ഇറപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഇൻഷുറൻസും പുതിയതായിട്ട് കൊടുക്കാം. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റിയത്? എനിക്ക് തോന്നുന്നു ഒരു 2 രൂപ ലോൺ കിട്ടും. 2 രൂപ നമ്മൾ ചോദിക്കുന്നത്? 2,35 35 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. ഈ വെൻഡോ ഡീസലാ പെട്രോളാ? ഡീസലാണ്. മൈലേജ് ഒരു 20 മേലെ കിട്ടും. ഇത് 2012 എർട്ടിഗ VDI ഡീസൽ വേരിയന്റ്. ഡീസലാണ്. സെക്കൻഡ് ഓണർ 1,25,000 കിലോമീറ്റർ. 1,25. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്കകം അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? എത്ര? ഇത് 3,70,000 രൂപയ്ക്ക് കൊടുക്കാം. 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് പ്രൈസ് ആണ് ഈ പറയുന്നത് 3,70,000. അതിൽ പിന്നെ കുറയൊന്നുമില്ല. പരമാവധി കുറച്ചാണ് പറയുന്നത്. വണ്ടി വേറെ ഇതൊന്നും എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ടേക്കുന്ന വണ്ടികളാണ്. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. 7 സീറ്റർ നോക്കുന്ന നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി. ഓക്കെ. ഇത് ഏത് വർഷമായിരുന്നു? 2012. അപ്പോൾ 27 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. എത്ര ചോദിച്ചേ? 3,70,000 രൂപയ്ക്ക് കൊടുക്കാം. 3 രൂപ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. 2013 സിംഗിൾ ഓണർഷിപ്പ് ആൾട്ടോ 800 LXi. ഓണർഷിപ്പ് സിംഗിൾ. ഫസ്റ്റ് ടയർ അല്ല, പുതിയ ടയറായിട്ടായിരുന്നു അല്ലേ? അല്ല, ഫ്രഷ് ടയറായിട്ട് തോന്നി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്കകം വലിയ കുഴപ്പമില്ല. ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. 2 ഡോർ പവറിൻ്റെ അല്ലേ? 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. ബാക്ക് ടയർ ആവറേജ് താഴെയാണ്. മാറി കൊടുക്കുമോ? മാറേണ്ട ഇല്ല. അത് 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഉണ്ട്. ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഇത് 1,70,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഒരു 1,40,000 ലോൺ ചെയ്ത് കൊടുക്കാം. 2016 ബ്രിയോ പെട്രോളാണ്. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 48,000 കിലോമീറ്റർ. 48 കിലോമീറ്റർ ജനുവനാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ ഉള്ളത് നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 3,50,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലും കുറയുമോ? പരമാവധി കുറച്ചിട്ടാണ്. കഴിഞ്ഞതിന് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അന്ന് 3,60 3,70 ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളപ്പോൾ വരുത്തിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. വേറെ അപാകതകൾ പറയാനില്ല. ബമ്പറോ ഗ്ലാസോ ഡോറോ റീപ്ലേസ് ഒന്നുമില്ല. 2006 സ്വിഫ്റ്റ് VXi 2026 5-ാം മാസം വരെ പേപ്പറുണ്ട്. അലോയ് വീൽസ് ഉണ്ട്. ടയേഴ്സ് ആവറേജ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഡീസലാ പെട്രോൾ വേരിയന്റ്. ഓക്കെ. ഫോർഡ് പവർ വിൻഡോസ് ആണ്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. കമ്പനി സീറ്റ്. എത്ര ചോദ്യം? നമുക്ക് 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 1,15. ബാക്കൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ പഴമയുടേതായ ഒരു 2006 ഓക്കെ. 1,15 കൊടുക്കാം. അത് ലാസ്റ്റാണ്. അത് എന്തെങ്കിലും കുറയൂ?
അവർക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലും കുറയുമോ? പരമാവധി കുറച്ചാണ് അതൊക്കെ പറയുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ വരട്ടെ, നമ്മൾ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2018 ഗ്രാൻഡ് ഐ10 ഡീസലാണേ. ഡീസൽ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. 92,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന മോഡലാണ്, പക്ഷേ റീസെറ്റ് എന്നുള്ളതേ ഉള്ളൂ. ട്രിപ്പും റീസെറ്റും മാത്രമേ ഉള്ളൂ. ഇതില്ല, ആൻഡ്രോയിഡ് ഇല്ല. ഇല്ല. അത് ഇളക്കിയിരിക്കുകയാണ്. കമ്പനി വന്ന ആ ഒരു രീതി തന്നെ ഇരിക്കുക. സീറ്റ് കവറുണ്ട്. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മാനുവലല്ലേ? മാനുവൽ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3.5? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. 2014 VXi സിംഗിൾ ഓണർ വണ്ടി. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000? ഒരു ചണക്കുണ്ടല്ലോ അവിടെ, ചെറിയ തിളക്കുണ്ട്. അത് വർക്ക് ചെയ്യും? വീണതാ. അതൊന്നും ചെയ്യണ്ട, വെറുതെ കമ്പനി പെയിന്റ്. അല്ല, ആരെങ്കിലും വരുവാണെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കുമോ? ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കസ്റ്റമറിന് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതൊരു വൃത്തിയെടുക്കും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തോ വെള്ളക്ക വീണതാ. വേറെ അപാകത ഒന്നുമില്ല. ബോണ്ട് പൊക്കി കാണിക്കാന്നോ ഒരു വിശ്വാസത്തിന്? അല്ല, കമ്പനി ടയറാണ് കിടക്കുന്ന. 2 ടയർ മാറിയിട്ടുണ്ട്, ബഡ്ജായിട്ട് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് കമ്പനി ടയറാണോ? കമ്പനി ടയറാണ്. വേറെ അപ്പുറം സൈഡ് കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പങ്ങളുമില്ല. ഇതൊക്കെ ഒറിജിനൽ തന്നെ. ഓക്കെ. ടയേഴ്സ് മാറിയിട്ടുണ്ട്. അല്ല, ഇത് കമ്പനി ടയർ. ബാക്കിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ പുത്തൻ ടയർ ബാക്കിൽ. ഓക്കെ. എത്ര ചോദ്യം? എത്ര? നമുക്ക് 2,28,000 രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷത്തി ഏകദേശം 2 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 28,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാവുന്ന വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ, 12,000 കിലോമീറ്റർ. 2013 വാഗണർ VXi സെക്കൻഡ് ഓണർ, 62,000 കിലോമീറ്റർ. 62. ടയേഴ്സ് കുറച്ചൊക്കെ ഉണ്ട്. ആവറേജ് കൂടുതലാണ്. ബാക്ക് പക്ഷേ ആവറേജേ ഉള്ളൂ. 4 പവർ വിൻഡോസ് ആണ്, മാനുവലാണ്. എത്ര ചോദ്യം? 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. 2,20, 2,25 ലോൺ ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ എന്തോടി? 62,000. വേറെ അപാകതകൾ എന്തെങ്കിലും പറയാൻ? വേറെ ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ഓരോ വണ്ടി കണ്ടിട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. 2016 വാഗണർ VXi സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. 70 ഓടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ടയേഴ്സ് കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുകയാണ്. കമ്പനിയിൽ വന്ന അതേ സീറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകം സീറ്റ് കവറായിട്ടില്ല. 4 പവർ വിൻഡോസ് ആണ്. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയറും അത്യാവശ്യം ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 3,25,000. വണ്ടി 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 2011 സിംഗിൾ ഓണർ ക്യാമറ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പറയൂ? എന്തെങ്കിലും കൂടെ കുറച്ച് കൊടുക്കാം. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. മൈലേജ് എന്താ കിട്ടും? മൈലേജ് ഒരു 10-11 ആ റേഞ്ച് നോക്കിയാൽ മതി. വണ്ടിക്ക് അകം കൊള്ളാം, നല്ല പോസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയാണ് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നല്ല ടയേഴ്സ്, അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 3,80,000 രൂപയ്ക്ക് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എത്ര രൂപയാണ് പറഞ്ഞിരുന്നത്? ഉറപ്പാണോ? ആ വീഡിയോ തോണ്ടി എടുത്ത ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചാൽ ഇവിടെ കൊടുക്കാൻ ഇട്ടിരുന്നത് 3,80,000 കൊടുക്കാം. അത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്ക്രാച്ച് എല്ലാം ഉണ്ടായിരുന്നു, വർക്ക് ചെയ്തു. അതെല്ലാം തീർത്തിട്ടുണ്ട്. 2014 ഇന്നോവ G4 റീ കേരള വണ്ടിയാണ്. തേർഡ് ഓണർ. എന്തോ ഓടി? 1,85,000. 1,85. കിലോമീറ്റർ ജനുവിൻ പറയാൻ പറ്റുമോ? അറിയത്തില്ല, റീ വണ്ടിയായതുകൊണ്ട് അറിയില്ല. കണ്ടതേ പറയാൻ പറ്റുള്ളൂ. ഒരു ആൻഡ്രോയിഡ് വണ്ടി ഓടിക്കാനൊക്കെ കൊള്ളാം, വേറെ മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്?
നമുക്ക് 8.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഫ്രീ വണ്ടിയാണ്. 7 രൂപ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. ഫ്രീ വണ്ടിക്ക് അത്രയും ഒരു വാല്യൂ ഉണ്ടോ? വണ്ടി വന്ന് നോക്ക്. വണ്ടി മെക്കാനിക്കലി ആയാലും ബോഡി ആയാലും അത്ര നല്ല നീറ്റ് വണ്ടിയാണ്. വേറെ അപാകതകളൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റ് വണ്ടി. 2011 ആൾട്ടോ LX ആണ്. സെക്കൻഡ് ഓണർ. 70,000 കിലോമീറ്റർ. 70,000. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അഫ്രോൺ സൈഡ് കംപ്ലൈൻസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്കകം നീറ്റാണ്, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് 90 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 90 ലാസ്റ്റ് പ്രൈസാണ്. അതെ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. ഫ്രണ്ട് ഗ്ലാസ് പോയി എന്നുള്ളതാണ്. 2021 മാറിയതാണ്. ഈ ബമ്പർ ബോണറ്റ് അങ്ങനെയുള്ളതൊന്നും മാറിയില്ല? ഒന്നുമില്ല. ബോണറ്റ് കമ്പനി ബോണറ്റാണ്. 2014 ആൾട്ടോ K10 VXi 90,000 കിലോമീറ്റർ. തേർഡ് ഓണറായി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്ക് അത്യാവശ്യം നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ. 2 ഡോർ പവർ വിൻഡോസ് ആണ് കേട്ടോ. അത് അഡീഷണൽ വെച്ചാണ്. ഈ 2 ഡോർ പവറിൻ്റെ അഡീഷണൽ വെച്ചാണോ? അല്ലല്ല, കമ്പനി VXi വണ്ടിയാണ്. ആണോ? എത്ര ചോദ്യം? എത്ര? 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം 80 ലോൺ ചെയ്ത് കൊടുക്കാം. വേറെ പറയത്തക്ക അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല. എന്തൊരു വിഷമം പോലെ. അപാകത കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇല്ല. ഇത് 2018 ആൾട്ടോ 800 LXi. ഫ്രഷ് ടയറാണോ? 4 പുതിയ ടയറാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു പൊട്ടൽ കിടപ്പുണ്ട്. മാറ്റിയിട്ടില്ല. മാറ്റി കൊടുക്കാം. മാറ്റിയിട്ടില്ല. ആ പൊട്ടൽ കിടപ്പുണ്ട്. അത് നല്ല കാണിച്ചു കൊടുക്കാം. അതെ. ജസ്റ്റ് അത് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ. ടയേഴ്സ് എല്ലാം പുത്തൻ തന്നെ. പുതിയ ടയർ. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 2,40,000. ഇതാണ് പൊട്ടൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2015 കിഡ് RXT. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർ. എന്ത് ഓടി? 70,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. ആൻഡ്രോയിഡ് ഇത് വന്നതാണോ അതോ പ്രത്യേകം വെച്ചാൽ? ചെയ്തതാണ് ആൻഡ്രോയിഡ്. വലിയ ആൻഡ്രോയിഡ്. അപ്പം എന്തായാലും ഇത് അത്രയും വലുത് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ. എത്ര ചോദ്യം? 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 1,60, 1,70 ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് 1,60, 1,70 ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല 15 രൂപ ഇറക്കാം. 15 രൂപ ഇറക്കാം. കൊള്ളാമല്ലേ? മാസം അടവ് അപ്പം എങ്ങനെ ആയിരിക്കും? മാസം അടവ് ഒരു 5 രൂപയ്ക്കകത്ത് വരും. അത്രേ ഉള്ളൂ. എത്ര വർഷം വരെ കിട്ടും? 5 കൊല്ലം കിട്ടും. 2012 എറ്റിയോസ് GD സെക്കൻഡ് ഓണർ. 70,000 കിലോമീറ്റർ. 70. ടയർ 5 പുതിയതാണ്. ഫ്രഷ് ടയേഴ്സാണ്. മാനുവലാണ്. ഒരു ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട്. കിലോമീറ്ററൊക്കെ ജെന്യൂൻ ആണോ? എത്ര ചോദിക്കുന്നത്? എത്രയാ? നമുക്ക് 3,60,000 രൂപയ്ക്ക് കൊടുക്കാം. 3,60,000. ബ്ലാക്ക് കളർ അല്ലേ? ബ്ലാക്ക്. എൻ്റെ ക്യാഗൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? 3-3.25 രൂപ ലോൺ കയറും. ഇത് പെട്രോൾ അല്ലേ? ഡീസലാണ്. 20 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഈ വണ്ടി കാണാനൊക്കെ കൊള്ളാം. വേറെ ഈ ടച്ച് ആൻഡ് പോളിഷ് എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ? അതുണ്ട്. ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നല്ലോ. നല്ല വേറെ മേജർ ഇടിയ കാര്യങ്ങളൊന്നുമില്ല. 2015 ബൊലേറോ ZLX തേർഡ് ഓണർ. 95,000 കിലോമീറ്റർ. 5 ടയർ പുതിയത്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? അല്ല, ഇത്രയും വർഷമായിട്ട് ഇങ്ങനത്തേക്കുള്ള വണ്ടികൾ ഞാൻ അത്യാവശ്യം നല്ല ഓട്ടോ ഓടാൻ വേണ്ടി എടുക്കുന്നത്. നമുക്ക് അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. എടുത്തിട്ട് വേറെ പൈസ മുടക്കാനൊന്നുമില്ല. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തി അതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5.5? അതിൽ അടുത്ത മാസം ഇൻഷുർ തീരെയാണ്. പുതിയ ഇൻഷുറൻസും എടുത്ത് കൊടുക്കാം. ഓക്കെ. ഇത് ലോൺ കിട്ടുമതില്ലയോ? ലോൺ 4.5-4.25 ലോൺ ചെയ്യാൻ പറ്റും.
സ്റ്റെപ്പിനായിട്ടിരിക്കുന്ന ടയറും അത്യാവശ്യം നല്ല ടയറാണ്. 5 പുതിയ ടയർ. ഇതും മാറിയില്ലേ? വേറെ അപാകതകൾ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. 2007 ഇന്നോവ G4 2029 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. 2027 റീടെസ്റ്റ് വരും. ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള. അലോയ് വീല് എല്ലാം ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ? കേട്ടില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, ഒന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? 3,20,000 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. 3,20,000. ബാക്സിനൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് എല്ലാം പുതിയതാണോ? ടയർ അത്യാവശ്യം നല്ല ടയർ തന്നെ. ഓക്കെ. 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. 29 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. ലോൺ കിട്ടൂല? ലോൺ പാടാണ്. 2011 മാരുതി 800 സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ അറിയത്തില്ല. അല്ല, വെറുതെ ഒരു കിലോമീറ്റർ പറയാതിരിക്കുന്ന തന്നെ അല്ലേ പറഞ്ഞിട്ട് ഇതാക്കുന്ന. വണ്ടിക്കകം അത് കൊള്ളാം, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഓടിക്കാൻ നല്ല മെക്കാനിക്കലി നല്ല വണ്ടി. എൻജിൻ സൈഡൊക്കെ? എൻജിനൊക്കെ കൊള്ളാം. കാർബറേറ്റർ? ഇഞ്ചക്ടർ. ബാക്ക് സീറ്റ് അത്രയ്ക്ക് പോരാ. ടയേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ല, ഉണ്ട്. പറയത്തക്ക അപാകതകളൊന്നുമില്ല. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓടിക്കാനും നല്ല മെക്കാനിക്കലി നല്ല വണ്ടി. അത് എത്ര ചോദ്യം? നമുക്കിത് 73 രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ്. ഏത് വർഷം? 11 സിംഗിൾ ഓണറാണ്. 71. അത് കുറയില്ല? ഈ കുറയില്ലേ ഞാൻ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പറഞ്ഞാൽ അതപ്പം നിങ്ങൾക്ക് തന്നെ മൈലേജ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. 800 ആണ്, 2011 മോഡലാണ്. ആരും കൂട്ടിത്തരാന്ന് പറയില്ലല്ലോ. അല്ല, എന്നാലും പറ. ലാസ്റ്റ് 70 രൂപയ്ക്ക് കൊടുത്തേക്കാം. ഓക്കെ. 1000 രൂപ കുറയുള്ളൂ? 73 പറഞ്ഞത്. ആണോ? 70 രൂപയ്ക്ക് കൊടുത്തേക്കാം. 70 രൂപ. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം മാന്യമായ വിലയൊക്കെയാണ് ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിനി കണ്ടിട്ട് ബാക്കിയുള്ളവർ കമൻസായിട്ട് പറയുക, എങ്ങനെയുണ്ട്, നല്ല രീതിയിലാണോ ചോദിച്ചത്, മോശമായ രീതിയിലാണോ, അതൊക്കെ നിങ്ങൾ പറയാം. പിന്നെ ഈ വില 10-30,000 രൂപ, ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു 10-30,000 രൂപ കയറി കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു കളയരുത്. കാരണം അതവർക്ക് വിലപേശാൻ വേണ്ടി ഇടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നതും എന്നോട് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളും ഈ വീഡിയോ പറയുന്ന വിലയ്ക്ക് ലാസ്റ്റ് വില പറ സനൂപേ അല്ലെങ്കിൽ പറയ്ക്ക് സനൂപേ എന്ന് പറഞ്ഞാലും അങ്ങനെ ആരും വന്ന് വണ്ടി എടുക്കത്തില്ലല്ലോ. ഇപ്പോൾ ഒരു വണ്ടിക്കൊരു 2 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് സാമാന്യ മര്യാദയുള്ള വിലയെന്ന് പറഞ്ഞാലും നമ്മൾ വന്നിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ദൂരത്തു നിന്ന് വരികയാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താ എന്ന് പറയാത്ത ഒരു മനുഷ്യനും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയൊക്കെ ആയിട്ട് കയറ്റിയും കുറച്ചൊക്കെ ഇടുമല്ലോ, ഒരു കച്ചവടമാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉതകുന്ന വിലയിൽ നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.